വെച്ചോ വെച്ചോ എല്ലാം കയറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചോ അല്ലേ. ഇതിപ്പോൾ എല്ലാ വീടുകളിലും വിഷുവിൻ്റെ അന്ന് രാത്രി ഉണ്ടായൊരു സംഭവമായിരിക്കും. ഇതെനിക്ക് മാത്രമല്ലാന്ന് എന്തായാലും എനിക്കറിയാം. അപ്പം ഞാൻ എന്തായാലും ഓരോന്ന് ഒതുക്കുന്നൊരു തിരക്കിലാട്ടാ. കറികൾ, പായസങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സാധനവും നമുക്ക് അങ്ങോട്ട് വെക്കണമല്ലോ. ചെറിയൊരു ഫ്രിഡ്ജുമാണ് എൻ്റെത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പങ്കപ്പാടാണ്. 2 കപ്പങ്ങയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. അതെങ്ങനെ എവിടെ വെക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഉണ്ടടാ ഒരു പാത്രം ഇതേ പുറത്തിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായസം എടുത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതെവിടെ ഒതുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പോൾ അതെന്തായാലും എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ അപ്പുറം മൊബൈലിനെ ഏൽപ്പിക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നനഞ്ഞൊരു തുണി കൊണ്ടുവന്നതാ നമ്മളെ തട്ടൊക്കെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പായസത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ അട്ടത്തുനിന്ന് എടുക്കുന്ന കൊല്ലത്തിലും വരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് അട്ടത്തോട്ട് തന്നെ കയറ്റി. അപ്പം തലേന്ന് കയറ്റി വെച്ച വിഭവങ്ങളൊക്കെ ഇപ്പം ഏകദേശം എല്ലാവരും ഇറക്കിയിട്ടുണ്ടാവും അല്ലേ. എന്തായാലും ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഞാൻ ഏകദേശമൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ഫ്രഷായിട്ട് തന്നെ നമ്മൾ മീൻ അങ്ങോട്ട് പോയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വല കിട്ടിയിട്ട് കിട്ടിയതാണ്. ഒരു കരിമീനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇത് ഈ വക ഐറ്റംസ് കേട്ടോ. പിന്നെ ഇന്നലത്തെ നമ്മളെ ചെമ്മീൻ കറിയൊക്കെ നല്ല തിളപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് എന്തായാലും നമ്മൾ കാലിയാക്കും അല്ലേ. അപ്പം ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. ഓരോ സാധനങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ. ഇന്ന് ഉച്ചക്കൊരു മൂടുണ്ടല്ലേ. ഇന്നലെ എന്തായാലും കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ വിഷു, ഓണോ അല്ലെങ്കിൽ നല്ല ഏത് ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിഭവങ്ങൾ അധികം ആക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ കഴിക്കൂല. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് എന്താണെന്ന് അറിയില്ല. എന്നാലും വെച്ചാൽ നമ്മൾ കുറേ പണിയൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാണ്ട് ആ ഒരു മൂടങ്ങ് പോകും. അതായിരിക്കും സംഭവം. അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഇത് പാലട പായസം കേട്ടോ. ഇത് ഞാൻ വെച്ചതല്ല. ഇത് നമ്മളെ അമ്മു വെച്ചിട്ട് ഞാൻ അവളോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പാലട തരണം, എന്തായാലും നീ വെക്കുമ്പോൾ പാലട തരണം. അപ്പം അങ്ങനെ ഞാൻ ചെറുതായിട്ട് പിന്നെ പ്രഥമനെ അങ്ങോട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുടിച്ചവർക്ക് മത്തനായപ്പോൾ അവൾ പറഞ്ഞു ഇനി എനിക്ക് പായസം ഒന്നും വേണ്ട, ചീപ്പ് പായസം എടുത്തു തന്നാൽ. അതുകൊണ്ട് എൻ്റെ പായസം ഫ്രിഡ്ജിലുണ്ട്. അപ്പം എന്തായാലും സമയമുണ്ടല്ലോ, കുറച്ചായിട്ട് കുടിക്കാം. അപ്പം ഇത് നല്ല പാലട കേട്ടോ, കുടിക്കട്ടെ. ഇന്നലെ ഞങ്ങളെ പ്രഥമൻ ഞാൻ പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് കൂട്ടി നല്ല അടിയടി ചെയ്ത്. അത് പോരാണ്ട് ഞാൻ ജിതേച്ചിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് സേമിയ പായസം അടിച്ചിട്ട് അതെനിക്കായിട്ട് എന്തായാലും ജിതേച്ച് വെക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ നമ്മൾ നാറാത്തേക്ക് വിട്ടതാട്ടോ. അവിടെ പോയി നല്ലൊരു പായസം കുടിച്ച് പിന്നെയാണ് ഇന്നാണ് പാലട കുടിക്കുന്നത് കേട്ടോ. ഇന്നലെയും കുറച്ച് കുടിച്ച്. അവയപ്പോൾ പറയുന്ന പോലെ നീ പായസം കണ്ടാൽ വീണ് മരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വെള്ളപ്പായസത്തിനോട് എനിക്കൊരു ഒരു താല്പര്യം കൂടുതലാട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു വിഭവം ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നൊക്കെ ഫ്രിഡ്ജിൽ കയറ്റാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പുളിങ്കറി, പൈനാപ്പിൾ പുളിങ്കറിയാണ്. ഇത് പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ തീരും. അപ്പം എന്തായാലും ഇന്നലെ പണിയെടുത്ത് കൂട്ടിയതിനും വേണ്ടി നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഇന്ന് എല്ലാവരും ഇരിക്കുന്നുണ്ടാവും അല്ലേ. എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. കാരണം ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളും എല്ലായിടത്തും ഇപ്പോൾ ചൂടാക്കി നമ്മളിപ്പോൾ ചോറൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തിലിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും എന്താ പറയുക, പായസമൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഇത്തരം മത്ത് പിടിച്ചിട്ടില്ലേ. എല്ലാവർക്കും ഒരു ക്ഷീണവും ആലോചിച്ചൊക്കെ, കാരണം നമ്മൾ മധുരമൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ. പോരാത്തതിന് വീട്ടിൽ നിന്ന് ഇന്നലെ വന്നപ്പോൾ അമ്മ അവിടെ നിന്ന് സേമിയ പായസം തന്നെ വെച്ചിട്ടാ. ഒരുപാട് പായസം ഉണ്ടായിരുന്നു. അപ്പം സേമിയ പായസവും ഉണ്ട്. അത് എൻ്റെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മൊബൈലിൻ്റെ ഫ്രിഡ്ജിലോട്ട് വിട്ടേക്കാണ്. എൻ്റെ ചെറിയ ഫ്രിഡ്ജാണ്. ഇങ്ങനെയൊക്കെയാണ് വിഷു കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങൾ കേട്ടോ. അതൊന്ന് നിങ്ങളായിട്ട് പങ്കുവച്ചതാണ്. നിങ്ങളെ വിശേഷങ്ങൾ എന്നോടൊന്ന് പറയണേ. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് ഇങ്ങനെ എഴുതി വെച്ച് വിട്ടോട്ടെ. ഞാൻ ഇരുന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വിഷുവിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു വിഷു എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ.